ജനങ്ങൾക്ക് വേണ്ടി ഈ നിയമസഭയിൽ പറയുമ്പോൾ അത് 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനപ്പുറം പറയപ്പെടുന്ന കാര്യങ്ങളുടെ പ്രസക്തി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. ഒപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കേരളത്തിന്റെ സമീപകാലത്തെ എക്കാലത്തെയും ജനകീയനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്ന പരിഗണന കൂടി അദ്ദേഹത്തിന്. ഒപ്പം മന്ത്രി പദവിയിലേക്ക് കടന്നുവരുമെന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമസഭയുടെ സ്പീക്കറായി കടന്നുവരുന്നു. കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ പൈശാചികമായ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പ്രതികൾ മാത്രമല്ല, അതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ വരെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ അങ്ങ് പരിശ്രമിച്ചിട്ടുണ്ട്. അതടക്കമുള്ള ഏറെ കാര്യങ്ങൾ അങ്ങക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമനിർമ്മാണ സഭയിൽ 137 ഇപ്പോഴത്തെ തിരിഞ്ഞു വെച്ചെങ്കിൽ +3 അങ്ങനെയാണ് നിൽക്കുന്നത്. ഈ 3 പേരുടെയും കൂടി എല്ലാ കാര്യങ്ങളും ഈ നിയമനിർമ്മാണ സഭയിൽ ഉന്നയിക്കുവാനുള്ള അവസരം കൂടി അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരമോന്നത പദവി ഏറ്റവും നല്ല രീതിയിൽ ശോഭിക്കുവാൻ അങ്ങേ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും പിന്തുണ അടക്കം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.